ഇതാരാ? ഇത് പുതിയ സ്റ്റാഫാ. ഇവിടെ പ്യൂണും സ്വീപ്പറും ഒക്കെയാ. ആദ്യേട്ടൻ ഇപ്പൊ ഓഫീസിലൊന്നും അങ്ങനെ വരാറില്ലല്ലോ, അതാ ഇവളെ കാണാത്തെ. പുതിയ സ്റ്റാഫിന്റെ പേരെന്താ? ജാസ്മിൻ. ഇയാളൊന്നും മിണ്ടത്തില്ലേ? ജാസ്മിൻ എന്നാ സാർ. എവിടാ വീട്? ഇവരുടെ സ്ഥലമൊന്നും വ്യക്തമായിട്ട് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അരുണിന്റെ പഴയൊരു ഫ്രണ്ടിന്റെ സിസ്റ്റർ ആണെന്നാ പറഞ്ഞത്. ഇവളെ അരുൺ റെക്കമെൻഡ് ചെയ്തതാ. ഇവളെ ഞാൻ സ്ഥിരപ്പെടുത്തിയിട്ടൊന്നുമില്ല, ടെമ്പററി ആയിട്ട് ഇവിടെ നിൽക്കുക. അത് പറ്റില്ലല്ലോ. ടെമ്പററി പോസ്റ്റ് ആണെങ്കിലും ആരാ എന്താ എവിടെ നിന്നൊക്കെ വ്യക്തമാക്കണ്ടേ? ഐശ്വര്യ എന്താ അക്കാര്യം ശ്രദ്ധിക്കാത്ത? ആദ്യേട്ടൻ പറഞ്ഞത് ശരിയാ. ഇനി വല്ല അടിപിടി വെട്ടുകേസോ കൊലപാതകമോ ഒക്കെ ചെയ്തിട്ട് വന്ന് നിൽക്കുകയാണോ എന്ന് ആർക്കറിയാം? ശരിയാണോടി പറഞ്ഞത്? നീ വല്ല പോലീസ് കേസിലും പെട്ട് ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കുകയാണോ? വാ തുറന്ന് പറയടി. അത് നിനക്കെന്താ ഭ്രാന്തുണ്ടോ ഐശ്വര്യ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് വെറുതെ ഇരുന്ന് ഓരോന്നങ്ങ് വിളിച്ച് പറയുക. ആ ഐശ്വര്യ ഇവളോടാ ചോദിച്ചേ, അല്ലാതെ നിന്നോടല്ല. അതാദ്യേട്ടാ ഞാനും ആലോചിക്കുന്നേ. ഇവളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ ആ നിമിഷം ആരും ചാടി വീഴും. ഞാനിത് പല പ്രാവശ്യമായിട്ട് ശ്രദ്ധിക്കുന്നതാ. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ട. ഐശ്വര്യ, ആദ്യേട്ടാ ഈ സ്റ്റാഫിന്റെ ID പ്രൂഫും ഫോട്ടോയും കളക്ട് ചെയ്ത് വെക്കണം. അത് ശരിയാ. ഇനി അത് മാറ്റിവെക്കുന്നത് എന്തിനാ? ഇപ്പൊ തന്നെ ചെയ്തേക്കാം. ജാസ്മിൻ, തന്റെ ID കാർഡും 3 ഫോട്ടോസും ഇവിടെ കൊടുത്തേക്കണം. പറഞ്ഞത് കേട്ടില്ലേ? ID കാർഡ് ഫോട്ടോസ് ഇങ്ങനെ തന്നെ. അത് ഇപ്പൊ ഞാൻ എന്താ ID കാർഡ് ഇല്ലേ? അതുണ്ട്. ആദ്യം ID ഇങ്ങെടുക്ക്, പിന്നെ ഫോട്ടോയുടെ കാര്യം. അതിപ്പോ കയ്യിലില്ലെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. നീ ഇപ്പൊ തന്നെ ചെന്ന് ഫോട്ടോ എടുക്ക്, ഞാൻ വിളിച്ചു പറയാം. അല്ലെങ്കിൽ വേണ്ട, ഫോട്ടോ എടുക്കാൻ ഞാനും കൂടെ വരാം. എനിക്ക് നിന്റെ മുഖം കൂടി ഒന്ന് കാണാലോ. സമയം കളയാനില്ല, വാ. ഫോട്ടോയും ID കാർഡും ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ പിരിച്ചുവിട്ടേക്കണം. പിരിച്ചുവിട മാത്രമല്ല, ഇവളെ പിടിച്ച് ഇപ്പൊ തന്നെ പോലീസിൽ ഏൽപ്പിക്കും. ID ഇല്ലാതെ പറ്റില്ലല്ലോ. അല്ല, ഫോട്ടോ ഞാൻ പുറത്തെ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തിട്ട് വരാം. എന്നാ ഓക്കെ, വേഗം പോയി എടുത്തിട്ട് വരണം. വേഗം വേണം. ശരി മാഡം. നോക്കി നിൽക്കാതെ എടുത്തിട്ട് വാടി. പോവാ മാഡം. നീ എവിടേക്ക്? അത് എനിക്കൊരു അത്യാവശ്യമുണ്ട്, ഒന്ന് ഫോൺ ചെയ്യണം. ഫോൺ ഇവിടെ ഒന്ന് ചെയ്താൽ പോരെ? അല്ല, അതിന് ഓഫീസിന് ഡിസ്റ്റർബൻസ് ആവണ്ട, ഞാൻ പുറത്തുനിന്ന് വിളിച്ചോളാം. അത്ര രഹസ്യക്കോള ആർക്കാ? ഐശ്വര്യ, നീ വാടച്ചു വെക്ക്.
ജാസ്മിന്റെ കാര്യത്തില് ആകെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ തോന്നുന്നല്ലോ. ആ അരുണേട്ടാ, ശ്യാമ ഇത് എവിടെയാ? ഞാനിവിടെ അപ്പൂനൊരു മെഡിസിൻ മേടിക്കാൻ വേണ്ടി വന്നതാ. നമ്മുടെ ഓഫീസിന്റെ അടുത്ത് തന്നെയാ. ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറിലെ മരുന്ന് കിട്ടൂ, അതുകൊണ്ടാ. ഇവിടെ ഓഫീസിൽ വലിയ പ്രശ്നമാണ്. എന്താ അരുണേട്ടാ? അഭിരാമി ബാഗിൽ നിന്ന് ഫോട്ടോസും ID കാർഡും എടുത്ത് നൽകാന്ന് പറഞ്ഞ് പോയിരിക്കുക. ഇനിയിപ്പം എന്ത് ചെയ്യാനാ ശ്യാമ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഏട്ടാ, അത് പ്രശ്നമാവുമല്ലോ. ഇപ്പോൾ ID കാർഡും ഫോട്ടോസും കിട്ടിയില്ലെങ്കിൽ പോലീസിനെ വിളിച്ച് അഭിരാമിയെ ഏൽപ്പിക്കുമെന്ന് ഐശ്വര്യ പറയുന്നത്. അറിയാലോ, ഐശ്വര്യ പറഞ്ഞതാ. ഏട്ടാ, ഏട്ടൻ അവിടെ സമാധാനമായിട്ട് നിൽക്കുക. ഞാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നോക്കാം. എന്നാലും ശ്യാമ പെട്ടെന്ന് ID പ്രൂഫും ഫോട്ടോസും സംഘടിപ്പിക്കാന്ന് പറഞ്ഞാ നമുക്ക് ശ്രമിച്ചു നോക്കാം, അല്ലാതെ പറ്റില്ലല്ലോ. അല്ല, അപ്പൂന് മെഡിസിൻ കൊണ്ട് കൊടുക്കണ്ടേ ശ്യാമേ? അത് അത്യാവശ്യമുള്ള കാര്യമല്ല. തൽക്കാലത്തേക്കുള്ള മെഡിസിനൊക്കെ അവിടെ ഉണ്ട്. ഞാൻ ഉടനെ വരാം അരുണേട്ടാ. ആ അരുൺ ശ്യാമയാണ് വിളിക്കുന്നത്. അപ്പം അമ്മ പറഞ്ഞത് ശരിയാണോ? ഇവനെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ശ്യാമയാണോ? ഈശ്വര, എത്ര നേരം എനിക്കിങ്ങനെ നിൽക്കാനാവും? ഇപ്പൊ ഞാൻ സ്റ്റുഡിയോയിൽ നിന്നും ഫോട്ടോയുമായി വരുന്നതും കാത്തു നിൽക്കുമായിരിക്കും അവിടെ എല്ലാവരും. അശ്വതീച്ചി, ശ്യാമ എന്താ ഇവിടെ? ദാ, ജാസ്മിന്റെ 3 ഫോട്ടോസ്, പിന്നെ ജാസ്മിന്റെ ID കാർഡ്. അല്ല, ഇതെങ്ങനെ ശ്യാമ അറിഞ്ഞു? അരുണേട്ടൻ എന്നെ വിളിച്ചിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫോട്ടോസും ID കാർഡുവാ. പിന്നെ ID കാർഡിന്റെ ഫോട്ടോയും അഡ്രസ്സും ഒക്കെ അവളുടേതാ. പേര് മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ. ജാസ്മിനാക്കി പുതിയ ID കാർഡ് ഉണ്ടാക്കി. എന്നാലും ഇത് ഇത്ര പെട്ടെന്ന് എങ്ങനെ? അത് പിന്നെ ID തിരുത്തലൊക്കെ തികച്ചും തെറ്റായ കാര്യ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാ. പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയായി പോയില്ലേ, അതുകൊണ്ടാണ് ഞാനിത് ചെയ്ത്. അശ്വതീച്ച് ശ്രീകുട്ടി ഓർത്താ നല്ല കാര്യത്തിനായതുകൊണ്ട് എന്നോട് ദൈവം പുറത്തോളും. എന്റെ ശ്യാമയെ, ഞാൻ ആകെ പെട്ട് നിൽക്കായിരുന്നു. പോലീസിലാവുന്ന തന്നെ പേടിച്ചു. ഈ ഉപകാരത്തിന് ഞാൻ നിന്നോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. നന്ദി പറയേ ചേച്ചിയോ? എന്നോടോ? എന്നെ കൊണ്ട് പറ്റുന്നൊരു സഹായം ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. താങ്ക് യു ശ്യാമേ. പിന്നെ ഈ ID കാർഡ്, അത് ചേച്ചി ദുരുപയോഗം ചെയ്യില്ല എന്നുള്ള എൻ്റെ വിശ്വാസവും. വെറുതെ സംസാരിച്ച സമയം കളയണ്ട. അവരവിടെ ചേച്ചി വെയിറ്റ് ചെയ്യായിരിക്കും. ചേച്ചി വേഗം ചെല്ലാൻ നോക്ക്. അത് ശ്യാമേ, ഇത് നിന്റെ ഫ്രണ്ടിന്റെ ഫോട്ടോ അല്ലേ? ID-യിലും അത് തന്നെ. ഇനി സംശയിച്ച് ആ ഐശ്വര്യങ്ങാനും എന്റെ മുഖം കാണണമെന്ന് പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ? ഇത്രയാകാങ്കി അതിനാണോ പോംവഴിയില്ലാത്ത? എന്നാ പറയ് ശ്യാമേ. ചേച്ചി ഒരു കാര്യം ചെയ്യാം. മനസ്സിലായല്ലോ? ചേച്ചി വേഗം ചെന്നേ. താങ്ക് യു ശ്യാമേ, താങ്ക് യു സോ മച്ച്. അയ്യോ, വേഗം ചെല്ലേ ചേച്ചി, ചെല്ലേ. പാവാശ്വതീച്ചി, കണ്ണാ കാത്തോണേ. ജാസ്മിൻ ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞു പോയിട്ട് കുറേ നേരം ആയല്ലോ. ഇതുവരെ കാണുന്നില്ലല്ലോ ആദ്യേട്ടാ. ഫോട്ടോ എടുത്തോ? താ.
ആദ്യേട്ടാ. ഇതാരുടെ ഫോട്ടോയാ? ഇതാരുടെ ഐ ഡി കാർഡും ഫോട്ടോസും ആണെന്നാ ചോദിച്ചത്. ആ ഇത് എന്റെയാണ്. ഏ അക്കാര്യത്തില് സംശയമുണ്ടല്ലോ. ഇല്ല, ഇത് എന്റെ ഐഡിയും ഫോട്ടോസും ആണ്. ഐശ്വര്യ, ദാ ഈ ഫോട്ടോസും ഇവളുടെ മുഖവും സെയിം ആണോ ചെക്ക് ചെയ്തു? പാടി, ഞാനൊന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ മറ്റൊരിടത്ത് പോകുന്ന എന്തിനാ? ആ മുഖം മൂടി ഉയർത്തി. നിന്റെ മുഖമൊന്ന് ഞാൻ കാണട്ടെ. മുഖം മൂടി ഉയർത്താൻ. അത് പറ്റില്ല. അതെന്താ? ആ അത് മാഡം, എന്റെ മുഖത്ത് തീപ്പൊള്ളലേറ്റു. മുഖം വികൃതമാണ്. കള്ളം, പച്ച കള്ളം. അല്ലല്ല, ഞാൻ പറഞ്ഞത് ശരിയാണ്. മാഡം, വെറുതെ ഒരു പെൺകുട്ടി മുഖം വികൃതമാണെന്നൊക്കെ പറയൂ? മാഡം സുന്ദരിയായ ഒരു പെണ്ണല്ലേ? മാഡം തന്നെ ഒന്ന് പറഞ്ഞേ. മറ്റുള്ളവരെന്റെ മുഖം കണ്ട പേടിച്ചു പോവും. അപ്പോ ആ കാണുന്നവരെന്നെ വെറുക്കുമെന്ന് എന്റെ പേടി. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഭയമൊന്നുമില്ല. പക്ഷെ എനിക്കത് സഹിക്കില്ല. അപകടത്തിന് ശേഷം കുറെ നാൾ ഞാൻ മാനസികമായിട്ട് തകർന്നുപോയി. എന്റെ ഡോക്ടർ പറഞ്ഞു തന്നതാ ഈ ഐഡിയ. ഈ ഐഡിയ ഡോക്ടറാണോ അതോ മറ്റാരെങ്കിലും ആണോ പറഞ്ഞു തന്നത്? ഡോക്ടർ പറഞ്ഞതാ സാർ. ആദ്യേട്ടാ, വേണ്ട. ഒരു പെണ്ണിനെ സംബന്ധിച്ച് മുഖസൗന്ദര്യം അവൾക്ക് പ്രധാനോ. ആ സൗന്ദര്യം പോയാ അവള് തകർന്നു പോവും. ഐശ്വര്യ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ആദ്യേട്ടാ, ആണുങ്ങൾക്ക് പറഞ്ഞാ അത് മനസ്സിലാവില്ല. ശരി, വികൃതമായ മുഖം നീ കാണിക്കണ്ട. എന്തായാലും ഇവളുടെ മുഖം വികൃതമായത് നന്നായി. ഈ കാര്യം അരുൺ അറിഞ്ഞാ പിന്നെ ഇവളെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്ക പോലുമില്ല. എല്ലാം എന്റെ ഭാഗ്യം, അല്ലാതെ എന്താ. ഐശ്വര്യ, ഇതൊന്നും വിശ്വസിച്ച് നീ ഇവളെ... വേണ്ട ആദ്യേട്ടാ. ഇൻസൾട്ടിംഗ് ആണത്. ഇവളുടെ മുഖം നമുക്ക് കാണണ്ട. ആ ടോപ്പിക്ക് നമുക്ക് വിട്ടുകളയാം. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ മാഡം. പൊക്കോളൂ. ഐശ്വര്യ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ... ജാസ്മിനെ എനിക്കിപ്പോ വിശ്വാസമായി. അത് മതി. അശ്വതി, അങ്ങനെ അവളങ്ങനെ രക്ഷപ്പെട്ടാ പറ്റില്ലല്ലോ. ശ്യാമേ ചേച്ചി, നീ ദൈവത്തെ പോലെ ഇപ്പൊ എന്റെ മുന്നിലെത്തിയത്. ഇപ്പൊ കണ്ണന്റെ അനുഗ്രഹം കൊണ്ടാ ചേച്ചി രക്ഷപ്പെട്ടത്. പക്ഷെ ആദ്യേട്ടന് എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അതെ. അപ്പോ ഇവിടെ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടായിന്ന് വരും. അയ്യോ, കൂടുതൽ സൂക്ഷിക്കണം. ആ ഒരു അവസ്ഥയിലും എനിക്ക് പെട്ടെന്ന് ശ്യാമയെ വിളിക്കാൻ തോന്നിയത് തന്നെ ഭാഗ്യമായി. കണ്ണന്റെ മായകളെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അതുപോലെ ശ്യാമയുടെ മായകളും നേരിൽ കാണാൻ പറ്റി.
അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അശ്വതിക്ക് അരുണിന് വാങ്ങിച്ചു കൊടുക്കുന്നത് ശ്യാമയാണ്. അതിപ്പോൾ ഉറപ്പായി. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. നിക്ക്. അരുണേ, നീ എന്തിനുള്ള പുറപ്പെടാ? മനസ്സിലായില്ല. നീ നിന്റെ കാമുകിയെ തന്ത്രപരമായി നമ്മുടെ ഓഫീസിൽ ജോലിക്ക് വെച്ചിരിക്കുവല്ലേ? ആദ്യേട്ടനോട് ഇതാരാ പറഞ്ഞേ? ആര് പറഞ്ഞു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറയേ. എന്റെ ഏത് കാമുകിയുടെ കാര്യം ഏട്ടൻ ഈ പറയുന്നേ? ഓ എടാ അഭിരാമി, അല്ലാതെ നിനക്ക് വേറെ കാമുകിമാരുണ്ടോ? എടാ 4 ആളറെ നീ കഴുത്തിൽ താലി കെട്ടി കൊണ്ടുവന്നോളാ ഐശ്വര്യ. ഒരു നിമിഷം നീ ഐശ്വര്യയെക്കുറിച്ച് ഓർത്തോ? അതും ഐശ്വര്യയുടെ കൺമുന്നിൽ തന്നെ അവളെ കൊണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ രണ്ടാൾക്കും എത്രമാത്രം ധൈര്യമുണ്ട്? ആദ്യേട്ടനും അമൃതേട്ടത്തിന്റെ മക്കളുടെ കാര്യം നോക്കിയാ പോരെ? വീണ്ടും വീണ്ടും എന്റെ കാര്യത്തിൽ എന്തിനാ എങ്ങനെ ഇടപെടുന്നേ? അത് നീ എന്റെ അനിയനായതിന്റെ പേരില്ല. നീ മുന്നോട്ടും സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാ. അനുജൻ സന്തോഷത്തോടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അല്ലേ? നന്നായിട്ടുണ്ട്, നല്ല അഭിനയം. എടാ അഭിനയോ? ഞാനോ? അത് നിന്റെ മുമ്പിലോ? വേണ്ട, പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഏട്ടൻ ഒന്നും എന്നെ കൊണ്ട് വെറുതെ പറയിക്കണ്ട. അനുജനോടുള്ള സ്നേഹം എന്നിട്ടാണോ ആദ്യേട്ടനും അമ്മയും കൂടി എന്റെ അഭിരാമി എന്നിൽ നിന്ന് അകറ്റിയത്? ആണോ? അഭിരാമിയും നിന്നെയും അകറ്റിയെന്നോ? അതും ഞാനും നമ്മുടെ അമ്മയും? ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? ഏട്ടാ വേണ്ട, രണ്ടാളും കൂടി എനിക്കും അഭിരാമിക്കും ചെയ്യാവുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്തു. ഇനിയും എന്റെ മുമ്പിൽ ഏട്ടൻ നല്ല ആളാവാൻ ശ്രമിക്കണ്ട. എല്ലാം എനിക്കറിയാം. ഇനിയും എന്റെ മുമ്പിൽ ഏട്ടൻ്റെ ഈ ഡ്രാമ വേണ്ട. മോനെ, എടാ ഞാൻ അങ്ങനൊന്നും. ഏട്ടാ വേണ്ട. ഇപ്പൊ ഐശ്വര്യ കരുതിയിരിക്കുന്നത് അഭിരാമി ആദ്യേട്ടന്റെ കാമുകയാണെന്നാ. ശ്രീകുട്ടി ആദ്യേട്ടന്റെ മോളും. ഐശ്വര്യയുടെ ആ വിശ്വാസം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതാ ഇവിടെ എല്ലാവർക്കും നല്ലത്. ഇത്രയൊക്കെ ദ്രോഹം നിങ്ങൾ എന്നോട് ചെയ്തിട്ടും ഇപ്പോഴും ഏട്ടനാണെന്നുള്ളൊരു സ്നേഹം അതെന്റെ മനസ്സിൽ എവിടെയോ ഉണ്ട്. ഇനിയും അഭിരാമിയെ കണ്ടെത്തൽ, അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് വന്നേക്കരുത്. ജാസ്മിൻ എന്ന പേരിൽ നമ്മുടെ ഓഫീസിലുള്ളത് എന്റെ അഭിരാമി തന്നെയാണ്. ഇനി അവളുടെ നേർക്ക് നിങ്ങളൊരു ചെറുവിരൽ അനക്കിയ അപ്പോ ആ നിമിഷം ഏട്ടനാണെന്നുള്ള ആ ചെറിയ പരിഗണന ഞാനങ്ങ് അവസാനിപ്പിക്കും. അപ്പോ ഈ അരുൺ ആരാന്ന് നിങ്ങൾ അറിയും. അത് ഓർമ്മയിരിക്കട്ടെ. അനുജനോടുള്ള സ്നേഹം എന്നിട്ടാണോ ആദ്യേട്ടനും അമ്മയും കൂടി എന്റെ അഭിരാമി എന്നിൽ നിന്ന് അകറ്റിയത്? രണ്ടാളും കൂടി എനിക്കും അഭിരാമിക്കും ചെയ്യാവുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്തു. ഇനിയും എന്റെ മുമ്പിൽ ഏട്ടൻ നല്ല ആളാവാൻ ശ്രമിക്കണ്ട. ആദ്യേട്ടൻ എന്താ കാര്യം വല്ലതും പറഞ്ഞോ? ഇപ്പൊ വരാന്നല്ലേ പറഞ്ഞേ? ആദ്യേട്ടൻ എന്താ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞേ? എന്താ ഏട്ടാ
ആ ജാസ്മിൻ അശ്വതിയാണല്ലേ? അല്ലട്ടാ അത് ഇനി നീ കള്ളം പറയാൻ നിൽക്കണ്ട. അത് ഞാൻ കണ്ടുപിടിച്ചു. അശ്വതി ഇങ്ങനെ സംരക്ഷിക്കുന്നത് അഖിലും ശ്യാമയല്ലേ? ഐശ്വര്യയുടെ ജീവിതം, അതിനെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അമ്മ പറഞ്ഞതുപോലെ കുടുംബത്തിൽ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനാ ശ്യാമി നടക്കുന്നത് അല്ലേ? ഏട്ടാ, ഞാൻ ഈ കാര്യത്തിൽ ആദ്യേട്ടൻ ശ്യാമയെ വെറുതെ കുറ്റം പറയാൻ നിൽക്കണ്ട. ഐശ്വര്യത്തിന്റെ കാര്യം ഓക്കെ, പക്ഷെ അതുപോലെ അശ്വതി അടുത്തേയും ഒരു സ്ത്രീയല്ലേ? അവർക്കും ഒരു ജീവിതവും സ്വപ്നങ്ങളൊക്കെ ഇല്ലേ? പിന്നെ ശ്രീകുട്ടി, ആ കുട്ടി എന്ത് ദ്രോഹം ചെയ്തിട്ടായിട്ടാ എല്ലാരും കൂടി ആ മോളെ കഷ്ടപ്പെടുത്തുന്നത്? പിന്നെ അരുണേട്ടന്റെ അവസ്ഥ, ഒരു ഭാഗത്ത് ഭാര്യയായ ഐശ്വര്യ, മറുഭാഗത്തോ അത്രയേറെ സ്നേഹിച്ച അശ്വതിയും അവരുടെ മോളും. ഇതിൽ ആരെ രക്ഷിക്കണം, ആരെ ഉപേക്ഷിക്കണം? ഇതിനിടയിൽപ്പെട്ട് ഇപ്പൊ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലല്ലേ അരുണേട്ടൻ? ഇതിനെല്ലാം കാരണം ആരാ? അതേടെ തന്നെ പറ.